നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ഈ ഡെക്ക് യൂസ് ചെയ്തിട്ട് എടുക്കുന്നത്. മുമ്പ് കാണാത്തവരാണെങ്കിൽ ഇത് കുറച്ച് വ്യത്യാസമാണ്. ടാരോ പോലെ തന്നെയാണ്, പക്ഷെ അതിൽ പിക്ചേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റേഷൻ. ആ പിക്ചേഴ്സിൻ്റെ മീനിങ് വെച്ചിട്ടാണ് നമ്മൾ റീഡിങ് പറയാം. ഓക്കെ, അതിൽ എനിക്ക് എല്ലാ പിക്ചേഴ്സും ബൈ ഹാർട്ടല്ല, ചിലത് ഞാൻ ബുക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ ഒരു ബുക്കുണ്ട്, അതിൽ ഞാനൊന്ന് നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുക. ചില സമയത്ത് എനിക്കിപ്പോൾ കുറച്ചൊക്കെ ശീലമായി, എന്നാലും ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഡെക്കാണ്, പക്ഷെ ഞാൻ അധികം എടുക്കാറില്ല അതെപ്പോഴും. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാമെന്ന്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എന്താണെന്ന് ക്വസ്റ്റ്യൻ എടുക്കേണ്ടത്. ഫ്യൂച്ചർ എന്ന രീതിക്ക് നോക്കാം അല്ലേ. ഈ ഡെക്ക് എന്നതിങ് അങ്ങനത്തെ മെസ്സേജ് കുറച്ചുകൂടി കിട്ടും. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ആയിരിക്കാം, മോസ്റ്റ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് അതായത് നിങ്ങളെ റിലേഷൻഷിപ്സ് എന്ന രീതിയിൽ ഹസ്ബൻഡ് വൈഫ് മാരീഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്സിനാണെങ്കിൽ അങ്ങനെ, എന്ത് റിലേഷനും ആവാം. എനിക്ക് പക്ഷേ റൊമാൻറ്റിക് ആയിട്ടുള്ളത് കേട്ടോ, എന്ന് വെച്ചാൽ സ്നേഹം എന്ന രീതിയിൽ പറയാം. എന്താണ് നിങ്ങൾ തമ്മിൽ ഫ്യൂച്ചർ കാണുന്നത്. ആൻഡ് ഞാൻ ഡിവൈൻ ടൈം ഒറക്കിൾ വെച്ചിട്ടുണ്ട് ഇവിടെ. സോ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നിങ്ങൾ പേഴ്സണുമായിട്ട് കോൺടാക്റ്റ് ഇല്ല, അപ്പോൾ അവർ കോൺടാക്റ്റ് എപ്പോൾ വരും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം എപ്പോൾ വരും, എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് എപ്പോൾ കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ടൈം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് ഒറക്കിൾ ടൈം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു വീക്കിലേക്ക് നമുക്ക് മുന്നോട്ടുള്ള ഒരു എനർജി ആയിട്ട്, ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ആയിട്ട് പറയാം. 1 വീക്ക് അല്ല, ഇത് കുറച്ച് ഗോയിങ് ഫോർവേഡ്, കുറച്ച് കാലത്തേക്കുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് പറയാം. ഫ്യൂച്ചർ എന്താണ്, ഞാൻ അങ്ങനെ ഫ്യൂച്ചർ അത്ര വേഗം എടുക്കാറില്ല, പക്ഷെ ഇന്ന് നമുക്ക് നോക്കാം. മേ ബി ഒരു നെക്സ്റ്റ് 3 months വേണമെങ്കിൽ നമുക്ക് ടൈം പിടിക്കാം അല്ലേ. നെക്സ്റ്റ് 3 months ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താ കാണുന്നത്. ഇത് മാൻ ആണ്, മെയിൻ മെയിൽ എന്ന രീതിയിലാണ് ഇത് കാർഡ് ഇവിടെ. ആൻഡ് ഒരു കീ ആണ്, മാഗ്നിഫൈങ് ഗ്ലാസ്, ബേർഡ്സ്. ഓക്കെ, ചിലത് എനിക്ക് റെഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, 4 ഇത് ഹൗസ് പോലെയാണ്, വീട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഡോഗ്. ഇതിനെ ഒരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബെയർ ഉണ്ട് ഇവിടെ. ഓക്കെ, 1 more മെയിൽ. ഇത് ക്രോസ് ആണ്, നമ്മുടെ കുരിശ് ക്രോസ് പോലത്തെയാണ്. ബേർഡ്സ് അഗെയിൻ. ഓക്കെ, ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഗുഡ്. ഓക്കെ, ഇവിടെ നമുക്ക് കാർഡ്സ് വന്നത്, എനിക്ക് ഒരുവിധം ക്ലാരിറ്റി. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്ക് കാണുന്ന 2 മെയിൽ ഫിഗർ കാണുന്നുണ്ട്. ഓക്കെ, 2 മെയിൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ 2 പേര് ചോയ്സ് ആയിരിക്കും. അതായത് ലേഡീസ് നിങ്ങൾ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് 2 പേര് നിങ്ങളുടെ ലൈഫിൽ, അതായത് ഒന്ന് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, ആൻഡ് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. 2 രീതിയിൽ പറയാം. നിങ്ങൾ ഈവൻ ഫീമെയിൽ വാച്ചിങ് ആണെങ്കിൽ, മെയിൽ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലും ആക്ച്വലി 2 ലേഡീസ് ഉണ്ടാവാം എന്ന് പറയാം. ഓക്കെ, അത് ഒന്ന് നിങ്ങളുടെ വൈഫ്, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട്, അല്ലെങ്കിൽ 2 റിലേഷൻഷിപ്സ് നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് മെയിൽ എനർജി ആയതുകൊണ്ട് അങ്ങനെ മെയിൽ ലേഡീസിന് മാത്രമല്ല അത്. ഓക്കെ, ഈവൻ നിങ്ങൾ മെയിൽ വാച്ചിങ് ആണെങ്കിൽ നിങ്ങളിതിനെ ലേഡീസ് ആക്കിയിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് എനർജീസ് എന്നാണ് പറയാം. സോ 2 വ്യക്തികളുടെ എനർജിയാണ്. അപ്പോൾ 2 വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ട് എന്ന് പറയാം. ചിലവർക്ക് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് 2 പേര് നിങ്ങളെ മാരേജിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ ആരെ ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ 2 മെയിൽ ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, സോ ഒരാളോട് നിങ്ങൾക്ക് ഇഷ്ടം എന്ന രീതിക്കായിരിക്കാം, ഒരാൾ നിങ്ങളുടെ ലൈഫിൽ മീൻസ് 2 പേരും തമ്മിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ദാറ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉള്ള വ്യക്തികളും ആവാം ഇത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ, അതായത് ഒന്ന് നിങ്ങളും ഒന്ന് അവരുടെ ലൈഫിലുള്ള വേറെ വ്യക്തിയും. ഓക്കെ, ഐ ഹോപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന രീതിക്ക് അങ്ങനെയും പറയാം നമുക്ക്. നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും 2 വ്യക്തികൾ എന്ന രീതിക്ക് നമുക്ക് എടുക്കാം.
ഐ ഹോപ്പ് ഒരുപാട് കൺഫ്യൂഷൻ ആയില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നായാലും രണ്ട് വ്യക്തികളുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ. ആൻഡ് ഇവിടെ കീ എന്ന് കാണുന്നുണ്ട് നമുക്ക് സൊല്യൂഷൻ എന്ന രീതിയിൽ. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ദാറ്റ് അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ അവരുടെ ലൈഫിൽ വേറെ വ്യക്തിയെ ചൂസ് ചെയ്യണോ എന്ന രീതിക്ക് ഒരു ചിന്ത ഉണ്ടാവാം. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മുന്നോട്ട് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഓക്കെ, ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക എന്ന രീതിയിലാണ് പറയുക. അതായത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, മൈന്യൂട്ട് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് പോലും നമ്മൾ നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ ഒന്ന് ചിന്തിക്കുന്നുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് അവർ ഈ സിറ്റുവേഷൻ, നിങ്ങളുടെ സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അപ്പോൾ അവർ എന്താണ് അവർ ലൈഫിൽ മുന്നോട്ട് ചെയ്യേണ്ടത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിലൊരു ചിന്തയാണ് അവരെ മനസ്സിൽ കാണുന്നത്. ഓക്കെ, അവർ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് എല്ലാം ആലോചിച്ച് നല്ലോണം ആലോചിക്കുന്നുണ്ട്, ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്, കാര്യങ്ങളെ എല്ലാം ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ. ആൻഡ് എന്നാലേ അവർക്കൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അവർ സൊല്യൂഷന് വേണ്ടി ആലോചനകളാണ്. 33-44 ആണ്. സോ വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഉണ്ട്. ആൻഡ് ഇവിടെ 12 ബേർഡ്സിൻ്റെ കാര്യമുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെസ്സേജസ് വരുമെന്നാണ്. ഒന്ന് നമ്മൾ ശരിക്കും പറയാം റൊമാൻറ്റിക് ആയിട്ട് മെസ്സേജ് വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരൊരു മെസ്സേജ് ഓർ കോൾ എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ടെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാം എന്ന രീതിക്കാണ്. SMS വരാം, മെസ്സേജ് വരാം, വാട്സപ്പിൽ മെസ്സേജ് വരാം. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിങ്ങൾ ബ്ലോക്ക് ആയിരുന്നു, നിങ്ങൾ കുറച്ചായിട്ട് സംസാരം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ആക്ച്വലി പക്ഷേ അവൾ എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയിട്ടുള്ള മാറ്റർ എന്ന രീതിക്ക് പറയും. അതായത് കുറച്ചുകൂടി നോളജ് കിട്ടുന്ന തരത്തിൽ, അതായത് നിങ്ങൾക്ക് അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങളോട്. ഓക്കെ, ഒരു മെസ്സേജ് ഒരു കോൾ വരും തീർച്ചയായിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ പക്ഷെ അത് ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള മെസ്സേജസ് ആയിരിക്കാം. അതായത് ലൈഫിനെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ച്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിലപ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം. എന്താണ് അവർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സാധ്യതയാണ്. ആൻഡ് 4 എന്ന് പറയുമ്പോൾ ഹൗസാണ്. സോ മേ ബി നിങ്ങളുമായിട്ട് അഗെയിൻ നമ്മളിതൊരു മാരേജ് കാർഡായിട്ട് നമുക്ക് എടുക്കാം, നമ്മുടെ 4 of Wands കാർഡായിട്ട് എടുക്കാം. നിങ്ങൾ തമ്മിൽ ഒരു ഫ്യൂച്ചർ വേണം എന്ന രീതിക്ക് അവരുടെ മനസ്സിൽ ചിന്തയുണ്ട്. നിങ്ങളുമായിട്ടൊരു ഫാമിലി പോലെ വേണം, വീട് വേണം. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ഇടുമായിരിക്കാം. ഓക്കെ, അങ്ങനെ കുറച്ചുകൂടി നിങ്ങൾ സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അല്ലാത്തവരും ഇപ്പോൾ സിംഗിളാണ് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പാണ്, എന്താണെങ്കിലും ശരി നിങ്ങളുമായിട്ട് അവരൊരു സ്റ്റേബിൾ ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, ഒരു വീട് പോലെ വേണം, ഫാമിലി പോലെ വേണം നിങ്ങൾ എന്ന രീതിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ലോയൽറ്റിയാണ്. ഡോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ലോയൽ ആണെന്നാണ് നമ്മൾ പറയാം അല്ലേ. വളരെ നിങ്ങളോട് ആത്മാർത്ഥതയാണ്, അവർക്ക് ആത്മാർത്ഥതയുള്ള പേഴ്സണാണ്. ഇതിൽ ഒരാൾ തേർഡ് പാർട്ടി എന്ന രീതിക്ക് ഇതിലെടുത്തോളൂ കേട്ടോ. ഓക്കെ, ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, വേറെ ആൾ തേർഡ് പാർട്ടി എന്ന് നിങ്ങൾക്ക് എടുക്കാം. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു തേർഡ് പാർട്ടി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിലെ തേർഡ് പാർട്ടി ആവാം. അപ്പോൾ അതിൽ അവർക്ക് പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങളിപ്പോൾ ആരെക്കുറിച്ച് ഓർത്താണോ ഈ റീഡിങ് കാണുന്നത്, അവർക്ക് നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥതയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം. അവർ നിങ്ങളോട് ശരിക്കും ആത്മാർത്ഥമായവർക്ക് ഉള്ളിതട്ടി സ്നേഹം തന്നെയാണ്. ആൻഡ് 15 എന്ന് പറയുമ്പോൾ നമുക്ക് ബെയർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് മാത്രമല്ല, ഈവൻ പ്രൊട്ടക്ഷൻ എന്നാണ് എനിക്ക് കൂടുതലും ഇവിടെ പറയാനുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റീവാണ്. അവർ റിലേഷനെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ എന്നല്ല, വേറെ ആരും കാരണം ഓക്കെ നിങ്ങൾ തമ്മിലൊരു അകൽച്ച വരരുത് എന്ന രീതിയിൽ അവർ റിലേഷൻഷിപ്പിനെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് വെക്കുന്നത്. അതായത് ആരും അറിയാതെ സീക്രട്ട് ആക്കിയിട്ടൊക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ ആഗ്രഹം നിങ്ങൾ റിലേഷൻഷിപ്പ് പോകരുത് എന്ന രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക്. ആൻഡ് അത് മാത്രമല്ല, അവർ നിങ്ങളെയും വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അതായത് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ കെയർ എല്ലാം അവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ആരും അത് പറയണ്ട. ചിലപ്പോൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്സിൽ, അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കുന്നത്, ചാറ്റ് കാര്യങ്ങൾ അവർ വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തരം പ്രൊട്ടക്ഷൻ അല്ലേ. എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവണ്ട എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ അത് പിന്നെ നിങ്ങൾ റിലേഷൻ തന്നെ ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രൊട്ടക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ഈ റിലേഷനെ. ഓക്കെ, ആൻഡ് അഗെയിൻ 2% കാര്യം ഞാൻ പറഞ്ഞു. സോ ഐ തിങ്ക് അവരുടെ മൈൻഡിൽ 2 പേരെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയെ കുറിച്ച്
പക്ഷെ ബേർഡൻ ആണ് കാണുന്നത്. ഇത് നമ്മൾ ബേർഡൻ എന്ന രീതിയിൽ പറയും, വിഷമങ്ങൾ, ബേർഡൻ. അപ്പോൾ യെസ്, തേർഡ് പാർട്ടിയുമായിട്ട് അപ്പോൾ ഹാപ്പി അല്ല എന്ന് നമുക്ക് പറയാം. തേർഡ് പാർട്ടിയുടെ അടുത്താണ് കാർഡ് വന്നതെന്ന് നമുക്ക് എടുക്കാം. ഒരു പേഴ്സൻ്റെ അടുത്തായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയുമായിട്ട് അവർ നല്ലൊരു ബന്ധമല്ല ഇവിടെ കാണുന്നത്. ഒന്ന് ഞാൻ ഈ ക്രോസിൻ്റെ കാര്യം ഒന്നുകൂടി, ചെറിയൊരു ബുക്കാണ്, ഇതിലിങ്ങനെ ഓരോ ഇതിൻ്റെ മീനിങ് അവർ എഴുതും. ജസ്റ്റ് ഒരുവിധമൊക്കെ നമുക്ക് പറയാൻ കിട്ടും. എന്നാലും റിംഗർ ഓഫ് ഗ്രീഫ്, സാഡ്നെസ്, ബർഡൻ ആൻഡ് ഓഡിയൽസ്, പെയിൻ, സഫറിങ് ആൻഡ് ഗിൽട്ട് ഇസ് ഇൻ ദ ഏരിയ. ഓക്കെ, acclaim, weeping, tears and lamentation. Ask for player. Okay, you shouldn't experience too much fright. Okay, good. ആക്ച്വലി ഇവിടെ പറയുന്നത് ഈ കാർഡ് വന്നാൽ ഇതിൻ്റെ അർത്ഥം ലൈഫിലുള്ള പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത് എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഈ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ജനറലി പൊതുവായിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കാർഡ് മാറ്ററാണ്. ഓക്കെ, മാറ്റർ ചെയ്യാറുണ്ട്. തൊട്ടടുത്ത് വരുന്ന കാർഡ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ അത് അധികം പ്രശ്നമല്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം അതായത് അവർ ലൈഫിൽ ചില ബേർഡൻസ് അവർ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ അവർ ശ്രമിക്കും. അവരെല്ലാത്തിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഓക്കെ, നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് ലോയലാണ്, നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട്, നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്ന രീതിക്കാണ്. ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ അഗെയിൻ ഇതിപ്പോൾ അവർ ഓൾറെഡി മാരീഡ് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫാമിലിയെ കുറിച്ചാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു കാർഡ് മാത്രം നമുക്ക് ബേർഡൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ബേർഡൻസ്, പ്രശ്നങ്ങൾ എന്ന രീതിക്ക് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ റിലേഷനിൽ തടസ്സമുണ്ട്. ഓക്കെ, ആ തടസ്സങ്ങളെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ശ്രമിക്കും. നിങ്ങളുമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന രീതിക്ക് അവർ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി എല്ലാം ചിന്തിച്ച് ഉറപ്പിച്ച് അവരൊരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തും. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നമുക്ക് അങ്ങനെ കാണാം. ആൻഡ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. മെസ്സേജ് സീരിയസ് ആയിട്ടൊരു മെസ്സേജ്, അതായത് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ അവർ തീർച്ചയായിട്ടും ശ്രമിക്കും. ആൻഡ് ഇവിടെ ഓക്കെ, ബോട്ടം നമുക്ക് വളരെ പോസിറ്റീവാണ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ രണ്ട് ഭാഗം കണക്ട് ചെയ്യുന്നതായിട്ടാണ് പറയാം. ഓക്കെ, ഡിവൈൻ ടൈം ഒക്കെ എടുക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓക്കെ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ തമ്മിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്ന് പറയാം. എനിക്ക് ദൂരം എത്ര ദൂരെയാണെങ്കിലും ശരി, ചിലപ്പോൾ നിങ്ങൾ കാണാനൊരു സാധ്യതയാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ്. എന്തായാലും നിങ്ങൾ തമ്മിൽ അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടെങ്കിൽ അതും നിങ്ങൾ തമ്മിൽ മാറ്റം വരും. കാരണം ബ്രിഡ്ജ് നടുവിൽ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു വഴിയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം ഇത് റീഡിങ്. നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച കുറഞ്ഞു വരും, മാറി വരും കുറേയൊക്കെ. പക്ഷെ നിങ്ങൾ കൂടി മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടിരിക്കുക. ഓക്കെ, സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. നിങ്ങൾ തമ്മിൽ മുന്നോട്ട് നല്ലൊരു ഫ്യൂച്ചറാണ്. ആക്ച്വലി ഡിവൈൻ ടൈമിങ്ങിൻ്റെ കാര്യം വരെ ക്ലോക്കാണിത്, ടൈമിങ്. ഓക്കെ, ഇവിടെ ഉണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ കാർഡും ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, നമുക്ക് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ചില ബേർഡൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, അതൊക്കെ അവർ ഓവർകം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുമായിട്ട് വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് അവർ ഫീൽ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ വേറെ തെറ്റ് പറയാനൊന്നുമില്ല. റിലേഷൻഷിപ്പ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഒരു നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. മെയിനായിട്ട് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ചിലവർക്ക് കിട്ടും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിലൊരു മെസ്സേജ് എങ്കിലും വരും, സംസാരം, കമ്മ്യൂണിക്കേഷൻ വരും, കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ തമ്മിൽ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുഡ്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഞാൻ പറഞ്ഞ പോലെ ടൈമിങ്ങിൻ്റെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു ക്വസ്റ്റ്യൻ ടൈമിങ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എപ്പോൾ വരും മെസ്സേജ്, അല്ലെങ്കിൽ എപ്പോൾ പ്രതീക്ഷിക്കാം മെസ്സേജ്, അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ കമ്മിറ്റ്മെൻറ്റ് എപ്പോൾ ഉണ്ടാവും, മാരേജ് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ മാരേജ് എപ്പോൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ ആ ഒരു ടൈമിംഗ് ആയിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് റഷിങ് തിങ്സ്. ഓക്കെ, നെക്സ്റ്റ് മന്ത് ചിലവർക്ക്. ഓക്കെ, സമ്മർ ടൈം, ഡോണ്ട് ലൂസ് ഹോപ്പ്. ഒരു കാർഡ് കൂടി എടുത്തേക്കാം, അറൗണ്ട് മാർച്ച്. ഓക്കെ, ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ഫ്രം ദ വെയിറ്റിംഗ് ഗെയിം വെൻ യു ആർ ട്രൂലി റെഡി ഫോർ ഇറ്റ്. ഇതിങ്ങനെ പലതും പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇതും ഈ കാർഡ്സൊക്കെ മാച്ചാണ് നമുക്ക്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കാതിരിക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കരുത്, വെയിറ്റിംഗ് എനർജിയിലിരിക്കരുത്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇതുണ്ട്, റൂളുണ്ട്. ഓക്കെ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ റൂളാണ്. വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ആ വെയിറ്റിംഗ് എനർജി ഉണ്ടല്ലോ, അതായത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഫോൺ നോക്കി മെസ്സേജ് വന്നോ എന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ
അതൊരു വെയിറ്റിംഗ് എനർജി എന്നാണ് അതിന് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ പറയും ഞാൻ ഫോണിനെ മാറ്റി വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തതാണ്, പക്ഷെ മൈൻഡിൽ നിന്ന് പോയോ? മൈൻഡിൽ നിന്ന് ആ തോട്ട് പോയോ? എവിടെയാണ് നിങ്ങളുടെ മൈൻഡ് മുഴുവൻ? അതും ഒരു വെയിറ്റിംഗ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുക. ആ വെയിറ്റിംഗ് എനർജി എപ്പോഴും ഒരു ബ്ലോക്കേജ് ആണ്. അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടില്ല. സോ അതിന് വേണ്ടത് ലെറ്റ് ഗോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ഫ്രം ദ വെയിറ്റിംഗ് ഗെയിം. നിങ്ങൾ ടോട്ടലി നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ട് കളയണം. ഒരു മെസ്സേജ് നിങ്ങൾ അയച്ചു എന്ന് വിചാരിക്കുക, ആളുടെ റിപ്ലൈ വന്നോ ഇല്ലേ നിങ്ങൾ നോക്കാതിരിക്കുക. നിങ്ങൾ നോക്കണ്ട, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഫോണിനെ അവിടെ മാറ്റി വെച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമല്ല, നിങ്ങളുടെ മനസ്സ് ഇങ്ങോട്ട് കൊടുക്കരുത്. ഫോണിലേക്ക് അത് വന്നോ, മെസ്സേജ് വന്നിട്ടുണ്ടാവോ എന്ന് നിങ്ങൾ ആലോചിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക സാധിക്കുന്നെങ്കിൽ. ഓക്കെ, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് കേൾക്കും മെസ്സേജ് വരുമ്പോൾ. ആ ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക്, എനിക്ക് കേൾക്കും മെസ്സേജ്, കുഴപ്പമില്ല, നോട്ടിഫിക്കേഷൻ എനിക്കറിയാം, അപ്പം ഞാൻ നോക്കിക്കോളാം, അതുവരെ ഞാൻ നോക്കാൻ പോവില്ല, ഞാൻ വേറെ എൻ്റെ കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ, ഞാൻ ശ്രദ്ധിക്കട്ടെ എന്ന രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ മാറ്റിയെടുക്കണം. ഓക്കെ, ആൻഡ് വെൻ യു ആർ ട്രൂലി റെഡി ഫോർ ഇറ്റ്, നിങ്ങൾക്ക് റിസൾട്ട് വരും. ഓക്കെ, നിങ്ങൾ തയ്യാറല്ല. ഇവിടെ നിങ്ങളുടെ ഭാഗത്താണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ വരാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും, പക്ഷേ നിങ്ങളത് റിസീവ് ചെയ്യാൻ തയ്യാറല്ല. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ആ വെയിറ്റിംഗ് എനർജിയാണ്, ഡെസ്പറേറ്റ് എനർജിയാണ്. ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ വളരെ ഒരു റോങ് എനർജിയാണ്, അവിടെ വളരെ നെഗറ്റീവ് എനർജിയാണത്. ഈ ഡെസ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളിങ്ങനെ വരാനിങ്ങനെ അയ്യോ പറയില്ലേ, നമ്മൾ ആ ഡെസ്പറേറ്റ് എനർജി, എന്താ വരാത്ത, എന്താ എന്നെ നോക്കാത്ത, എന്താ ഇവിടെ ഓൺലൈൻ വന്നിട്ട് എൻ്റെ അടുത്ത്, അങ്ങനെ ആ ഒരു ഫീലിംഗ്, അത് വളരെ വളരെ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് വിട്ട് കളയാം. ഓക്കെ, വന്നോളും എന്നുള്ളൊരു ധൈര്യം വയ്ക്കാം. അല്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും ഞാൻ ഓക്കെ ആണ്, കാരണം എൻ്റെ വർത്ത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വന്നിരിക്കും. നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ തിരിച്ചറിയാം, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, ആ വാല്യൂ നിങ്ങളുടെ ആ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളെപ്പോഴും നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ആ വ്യക്തി എത്രത്തോളം സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു എനിക്കറിയാം. അതുപോലെ വേറെ ഒരാളും അയാളുടെ ലൈഫിൽ വന്നാലും ഇതുപോലെ കിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരൂ. ആൻഡ് സ്റ്റോപ്പ് റഷിങ് തിങ്സ്. നിങ്ങൾ റഷ് ചെയ്യേണ്ട, തിരക്ക് പിടിക്കേണ്ട. ഒരു മെസ്സേജ് ഇട്ടിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ആളുടെ റിപ്ലൈ കാണുമ്പോഴേക്കും കണ്ടില്ല എന്ന് പറഞ്ഞു, വീണ്ടും അപ്പോഴേക്കും തിരക്കായി. എന്താ മൈൻഡ് ചെയ്യാത്ത, എന്താ പറ്റി? അതൊരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ അവോയ്ഡ് ചെയ്തോ, ഇഗ്നോർ ചെയ്തോ. എന്തിനാണ് ഈ വേണ്ടാത്ത ചിന്തകൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഓക്കെ, അങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകുന്ന ആളാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരാൾ? ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഞാനത് ശരിക്കും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരാണ്. അവിടെയൊക്കെ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ഇതൊക്കെ പിന്നെ അതുപോലെ വേറെ ചില എന്തൊക്കെയാണ് പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾ മൈൻഡ് കൊണ്ട് നിങ്ങൾ ആ ഒരു അത്രത്തോളം ആ ഒരു നീഡ് വെക്കാതിരിക്കുക. ഓക്കെ, നീഡ് നിങ്ങൾ വിട്ട് കളയാം. എനിക്ക് വേണം ഒരു വ്യക്തി എന്ന് വിചാരിക്കാതിരിക്കുക. എനിക്ക് ശരിയാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആഗ്രഹമുണ്ട് വേണമെന്ന്, ശരിയാണ്, പക്ഷെ അത് കിട്ടിയേ പറ്റൂ എന്നൊരു നിർബന്ധം നിങ്ങൾ വിട്ട് കളയാം. റഷ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ 10 മിനിറ്റിൻ്റെ മാത്രമല്ല, ഒരു ദിവസമായാലും ശരി, ഒരു ദിവസമായാലും ശരി, 2 ദിവസമായാലും ശരി. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പിന്നെ അത് അപ്പോഴേക്കും നിങ്ങൾ ഡെസ്പറേറ്റ് ആവാതിരിക്കുക. ഓക്കെ, ആ ഒരു എനർജി നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. ആൻഡ് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ചിലവർക്ക് മെസ്സേജ് വരാൻ നെക്സ്റ്റ് മന്ത് ആവും എന്ന്. നെക്സ്റ്റ് മന്ത് 10 ദിവസമൊന്നുമില്ല, 15 ദിവസം അല്ലേ? 15 ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ്. സമ്മർ ടൈം എന്ന് പറയുന്നുണ്ട് ചിലവർക്ക്. ആൻഡ് ഇവിടെ മാർച്ചും ഉണ്ടായിരുന്നു, മാർച്ച് സമ്മർ ടൈം. ചിലവർക്ക് ഇപ്പം നിങ്ങൾ നീണ്ട എന്തെങ്കിലും ഇഷ്യൂ ആണ്, നിങ്ങൾ തമ്മിൽ വളരെയധികം സ്ട്രോങ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വരാൻ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അവരെ കോൺടാക്റ്റോ വരാൻ മാർച്ച് ആവുമെന്ന്. മാർച്ച് സമ്മർ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാവർക്കും അല്ല, നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഇഷ്യൂ ഉള്ളവർക്ക്. ആൻഡ് നിങ്ങളുടെ ഡെസ്പറേറ്റ് എനർജി മാറ്റർ ആണ്, നിങ്ങളത് ഓർത്ത് വയ്ക്കുക പ്ലീസ്. ഓക്കെ, ആൻഡ് ഡോണ്ട് ലൂസ് ഹോപ്പ്. ഓക്കെ, ഹോപ്പ് വിട്ട് കളയണ്ട. ചിലവർക്ക് 1 മന്ത് നെക്സ്റ്റ് മന്ത് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ് അധിക ദിവസമൊന്നുമില്ല, 15 ദിവസമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 15 ഡേയ്സിൽ നമുക്ക് പോസിബിൾ ആണ്. അല്ലാത്തവർക്ക് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്കല്ല ഇത്, ഞാൻ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർക്കാണ് പറയുന്നത്. അല്ല, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ ഒരു മാറ്റം നമ്മൾ ചേഞ്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അതായത് കമ്മിറ്റ്മെൻറ്റ് തരുമോ, ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ യെസ് സമ്മർ ആവാം, അല്ലേ? സമയമെടുക്കാം. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് വന്ന് നിങ്ങൾ തമ്മിൽ മുന്നോട്ടൊക്കെ പോകാൻ കുറച്ച് സമയമെടുക്കാം. അല്ലെങ്കിലും നെക്സ്റ്റ് മന്ത് ചിലവർക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജി പോലെ ഇരിക്കും, അത് നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. ഓക്കെ, ഈ സമയം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ്. ഇതിനെക്കുറിച്ച് ശരിക്കും നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തു തരണം. എനിവേ പോട്ടെ. സോ ഡോണ്ട് ലൂസ് ഹോപ്പ്. ഓക്കെ, വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കാതിരിക്കുക. ഓക്കെ, പക്ഷെ കാത്തിരിക്കണം, വേണ്ടാന്നില്ല, കാത്തിരിക്കണം, പക്ഷെ ഡെസ്പറേറ്റ് ആയിട്ടല്ല. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഓക്കെ, എല്ലാവരും നല്ലൊരു ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.